തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി അലൻ കുത്തേറ്റ് മരിച്ച കേസിൽ 2 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ജഗതി സ്വദേശികളാണ് പിടിയിലായത്. അലനെ കുത്തിയ സംഘത്തിൽ 6 പേരുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. അലനെ കുത്തിയയാൾ രക്ഷപ്പെട്ടതായാണ് വിവരം. ഇന്നലെയാണ് തിരുവനന്തപുരത്ത് ഫുട്ബോൾ മത്സരത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ അലൻ കുത്തേറ്റ് മരിച്ചത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇപ്പോൾ 2 പേരെ പിടികൂടിയിരിക്കുന്നു. അവരിൽ അലനെ കുത്തിയാൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ കുത്തിയാളല്ല പിടിയിലായത്, ഒപ്പമുണ്ടായിരുന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നു? ഈ സംഘത്തിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ 2 പേരെയാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു. അതിൽ നിന്നാണ് ഈ 2 പേരിലേക്ക് അന്വേഷണം എത്തുകയും അതോടൊപ്പം രാത്രിയിൽ തന്നെ ഇവരെ പിടികൂടുകയും ചെയ്തിരുന്നത്. ഇന്നലെ രാത്രിയും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയും ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരമാണ് 6 പേരുണ്ടായിരുന്നു എന്നുള്ളത്. അതിൽ കുത്തിയ ആള് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. എങ്കിലും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഇതാരാണ് കുത്തി എന്നുള്ളത്. അപ്പോൾ മുഴുവൻ ആളുകളെയും പിടികൂടി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമാണ് അത്തരമൊരു കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് CCTV ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രദേശത്തേക്ക് ഇവർ വന്നിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ കുറച്ചുകൂടി സ്ഥിരീകരണം വരാൻ സാധിക്കും ഈ സംഘത്തിലെ ആളുകളെ സംബന്ധിച്ചാണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ടാണ് അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂജപ്പുരയിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നിരുന്നു. ആ ടൂർണമെന്റിൽ പൂജപ്പുരയിലുള്ള ഒരു ടീമും അതോടൊപ്പം തന്നെ രാജാജി നഗറിലുള്ള ഒരു ടീമും അവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ പലപ്പോഴും ആ സ്ഥലത്തുള്ള ആളുകൾ തമ്മിൽ പലയിടങ്ങളിലും വെച്ച് സംഘർഷം ഉണ്ടാകുന്നു. അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ പൂജപ്പുരയിലേക്ക് ഈ സംഘത്തെ വിളിക്കുന്നത്. അപ്പോൾ ആ കളിക്കാർ മാത്രമല്ല അവരോടൊപ്പം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകൾ കൂടി, ആ പ്രാദേശികമായിട്ടുണ്ടായിരുന്ന ആളുകൾ കൂടി വിളിക്കുകയാണ് ചെയ്തത്. അതിൽ ചില ആളുകൾക്ക് ഗുഡ സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകളാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഒരാൾ കാപ്പ കേസ് പ്രതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവർ പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിലാണ് തർക്കമുണ്ടാകുന്നത്. അലനെ ഹെൽമെറ്റ് കൊണ്ട് ആദ്യം ഒരാൾ അടിച്ച് നിലത്തിടുകയായിരുന്നു. അതിനുശേഷമാണ് നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു 10 മണി 11 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരും. ആരൊക്കെയാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്, അവരുടെ പേര് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ കുത്തിയത് ആരാണെന്ന് സംബന്ധിച്ചൊക്കെ ഒരു വിവരം നൽകാമെന്നുള്ള കാര്യമാണ് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത്. 2 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്നാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ പോലീസിന് ലഭിക്കുമെന്ന് പറയുന്നു. 6 പേരാണ് സംഘത്തിലുണ്ടായിരുന്നതെന്നുള്ള വിവരങ്ങൾ കൂടിയാണ്.